ഒരു പെൺകുട്ടി ഞാനായി തീരുന്നതിന്റെ ചരിത്രമാണ്
നോവലിൽ ഉള്ളത് എന്ന് അത് വായിക്കുമ്പോൾ നമുക്കൊക്കെ മനസ്സിലാകും. നമ്മുടെ നാട്ടിലെ ഇംഗ്ലീഷ് പള്ളിക്കൂടങ്ങൾ, സാധാരണ പള്ളിക്കൂടങ്ങൾ എത്രയോ പെൺകുട്ടികളെ ഞാൻ എന്ന് പറയാൻ പ്രേരിപ്പിച്ചിരിക്കുന്നു. ആൺകുട്ടികൾക്ക് എത്ര വലിയ അഭിലാഷം കൊടുക്കുവാനായിട്ട് ഈ നമ്മുടെ സ്കൂളുകൾ വഴിയായി സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ പള്ളികളെക്കാൾ അമ്പലങ്ങളെക്കാൾ പള്ളിക്കൂടങ്ങൾ പ്രധാനപ്പെട്ടതായി മാറുന്നത്. നമ്മുടെ വ്യക്തിത്വം കണ്ടെത്തുവാനും നമ്മുടെ മനസ്സ് വികാസമുള്ളതായി മാറുവാനും ഒക്കെ ഏറെ സഹായിക്കുന്ന പന്തലാണ് പള്ളിക്കൂടങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കർഷകരായിട്ടുള്ള മാതാപിതാക്കൾ ഒരുപക്ഷെ ഇവിടെ കാണും. ഇതൊരു നാട്ടുപ്രദേശമാണല്ലോ. മാതാപിതാക്കൾ ഏറെ പേരും കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരായിരിക്കും. നമ്മളിതിന്റെ അണികളപ്പെട്ടുകൊണ്ട് ഇതിന്റെ പച്ചക്കറികൾ അവർ നട്ടുപിടിപ്പിക്കും. പാവലിലേക്ക് ഇടാറുണ്ട്, പടവലിടാറുണ്ട്. ഒരു പടവലിട്ട് കഴിഞ്ഞ് പാവലിട്ട് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ അതിച്ചിരി വലുതായി കഴിയുമ്പോൾ നമ്മളതിന് പന്തലിട്ട് കൊടുക്കും. പന്തല് വേണോ വേണ്ടയോ എന്നുള്ളത് തർക്ക വിഷയമാണ്. അത് കേരളത്തിലെ ബുദ്ധിജീവികളുടെ തർക്ക വിഷയമാണ്. പന്തല് വേണോ വേണ്ടയോ? പന്തലുണ്ടെങ്കിൽ ഈ പാവലിന് പന്തലോളം മാത്രമല്ലേ വളരാൻ പറ്റൂ. ഈ പടവിന് പന്തലിട്ട് കൊടുത്താൽ പന്തലോളം മാത്രമല്ലേ വളരാനായിട്ട് പറ്റൂ. ഒരു പാവലിന്റെ സ്വാഭാവികമായ വളർച്ചയ്ക്ക് പന്തല് തടസ്സമായി തീരും. അതുകൊണ്ട് പന്തലുകളെല്ലാം പൊളിക്കണം എന്ന പക്ഷക്കാരായിട്ടുള്ള അനേകം ആളുകൾ ബുദ്ധിജീവികൾക്കിടയിൽ കേരളത്തിലുണ്ട് എന്ന് നമുക്കറിയാം. ഒരു പാവലിന്റെ പോലും ഒരു പന്തലിട്ട് നമ്മൾ കൊടുക്കുന്നെങ്കിൽ അപ്പൊ കേന്ദ്രത്തിലേപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ഒരു പന്തല് വേണ്ടേ? കുഞ്ഞുങ്ങൾ വലുതാകുന്നതനുസരിച്ച് വളരുവാൻ അവർക്കൊരു പന്തല് വേണ്ടേ? അവർക്ക് വേണ്ടി ഇട്ടുകൊടുക്കുന്ന പന്തലാണ് ഓരോ പള്ളിക്കൂടമെന്നും വളരെ ലളിതമായി പറഞ്ഞാൽ അത് അതിശയോക്തി കലർന്ന പ്രസ്താവനയാണ് ഞാനെന്നാണ് എന്റെ മനസ്സിനോട് പറയുക. ഈ പ്രദേശത്ത് പ്രചോദിക്കുന്നത് എന്നാണ് ഈ മനസ്സ് എന്നോട് പറയുക. ഇവിടെ കാണുന്ന കുഞ്ഞുങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. അവരുടെ ഇവിടെ നിന്ന് അവരുടെ പ്രാഥമികമായ വിദ്യാഭ്യാസം പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങി ഈ ലോകത്തിന് അനുരൂപനായ മനുഷ്യനായി തീരുവാനുള്ള ട്രെയിനിങ് ഇവിടെ നിന്ന് സ്വന്തമാക്കാനായിട്ട് കഴിയുന്നു. പഴയ കാലമല്ലെന്ന് എന്ന് നമുക്കൊക്കെയും അറിയാം. പഴയ കാലമല്ല. നമ്മുടെ പള്ളിക്കൂടങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ്, ഞാൻ രണ്ട് ഗവൺമെന്റുകളെയും കുറ്റം പറയുകയല്ല, ഇത് മാത്രം മതിയായിരുന്നു. പക്ഷേ കേരളത്തിൽ ഇത് നടപ്പിലായില്ല എന്ന് നമുക്കറിയാം. 2012 സാധാരണ പള്ളിക്കൂടങ്ങളെല്ലാം ഇല്ലാതായി മാറുമെന്നും ഇംഗ്ലീഷ് പള്ളിക്കൂടങ്ങൾ മാത്രമായി തീരുമെന്നുമൊക്കെയുള്ള വ്യാമോഹങ്ങൾ അങ്ങനെ പൊലിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. പ്രിയമുള്ളവരെ, ഇത് കുട്ടികൾക്ക് ചേർന്ന ഒരു ചിന്തയായിരിക്കില്ല എന്നെനിക്കറിയാം. ഏതാനും മാതാപിതാക്കൾ ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. നാട്ടില് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇട്ടുകൊടുക്കുന്ന പന്തലാണ് ഓരോ പള്ളിക്കൂടങ്ങളെന്നും മറന്നു പോകാതിരിക്കും. പേരിലുള്ള മനോഹരമായ ഒരു കവിതയുണ്ട്. ഒരു കുഞ്ഞിനെ പേരിടുന്നതിനെ കുറിച്ച് ആലോചനകളുമായിട്ടാണ് ഈ കവിത തുടങ്ങുന്നത്. ഒരു ചെല്ലപ്പേരിലിരിക്കുന്നു എന്ന് പറഞ്ഞ കവിത ആരംഭിക്കുന്നത്. തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞിനെ നോക്കിയിട്ട് അമ്മയും അപ്പനും കൂടി ഈ കുഞ്ഞിനെ ഒരു നല്ല പേരിട്ട് കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു ചെല്ലപ്പേരിലിരിക്കുന്നു. പേര് പൊരുളില്ലാന്നൊക്കെ നമ്മൾ പറയും. മണി എന്ന പേരുള്ള ഒരുവരെ പിടിച്ചയച്ച മണി ശബ്ദം കേൾക്കുമോ? എന്നാലും അവരെ മണി മണി എന്ന് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കും. അപർണ എന്ന പേര് വേണം. അപർണ പാർവതിയുടെ പര്യായമാണ്, സിനിമാരിയല്ല കേട്ടോ. പെട്ടെന്ന് കുട്ടികൾ അങ്ങനെയൊക്കെ ചിന്തിക്കും. പരമശിവന്റെ ഭാര്യയായിരുന്ന പാർവതി വലിയ വാശിക്കാരിയാണ്. ശിവനെ ഭർത്താവായി കിട്ടുന്നതിന് വേണ്ടി വലിയ തപസ് ചെയ്ത വാശിക്കാരിയായ പാർവതിയുടെ പര്യായമാണ് അപർണ എന്ന പേര്. പഞ്ചാനന്ദത്തിയെ തപസ് ചെയ്തു. 4 വശത്തും തീയ്, മുകളിൽ സൂര്യൻ. അങ്ങനെ 5 തീയുടെ നടുവിൽ തപസ് ചെയ്ത് ഏത് മഹർഷിക്കും വഴിക്ക് വീഴുന്ന പഴം തിന്നാം എന്ന തിന്നാം. അവൾ അതുപോലെ എണ്ണം വെച്ച് അങ്ങനെ അപർണയായി മാറി. അപർണ എന്ന വാക്കിന്റെ 3ാമത്തെ അർത്ഥം വീട്ടാനാവാത്ത വലിയ കടത്തിന്റെ ഉടമ. അത് പറഞ്ഞ അമ്മ അവൾക്ക് ഈ പേരിടുന്നത്. പിന്നെ 10 മാസം ഞാൻ ചുമന്നുകൊണ്ട് നടന്നവൾ, നൊന്ത് പ്രസവിച്ചവൾ, നിനക്ക് വിശന്നപ്പോൾ അപ്പമായി തീർന്നവൾ, ദാഹിച്ചപ്പോൾ പാലായി ചേർന്നവൾ, നിന്റെ തണുപ്പുള്ളപ്പോൾ പുതപ്പായി പുതപ്പിച്ചവൾ, ചൂടുള്ള സമയത്ത് കുളിർത്തെന്നലായി കടന്നുപോയവൾ, എത്തിത്തീർക്കാനാവില്ല എന്ന് പറഞ്ഞ് ആ കൊച്ചിന് അപർണ എന്ന പേരിടുകയാണ്. നമുക്കൊക്കെയും ഇടാൻ പറ്റിയ പേര് അപർണ. വീട്ടാനാവാത്ത ഒരു വലിയ കടം നമ്മുടെ വീടുകളോടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പള്ളിക്കൂടങ്ങളോടുണ്ട്. പള്ളിക്കൂടങ്ങളോടുള്ള
അധ്യാപകരോടും ഈ സ്ഥാപനത്തോടും ഈ സ്കൂളിന്റെ മാനേജ്മെന്റിനോടും ഒക്കെയുള്ള വലിയ കടമെല്ലാം ഓർമ്മിക്കുവാനും നന്ദിയോടെ എന്നൊക്കെ മനസ്സ് സൂക്ഷിക്കുവാനും ഒക്കെയുള്ള ഒരു വലിയ മനസ്സ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ആ പള്ളികളോട് ചേർന്ന് ഒരു സ്കൂൾ കൂടിയാണ്. ഈ പള്ളികളിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങൾ പള്ളികളും കയറി ഇതിന്റെ പ്രാർത്ഥിച്ചതിന് ശേഷം പള്ളികളിലേക്ക് പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോഴൊക്കെ ചിലപ്പോൾ ചിലരുടെ അച്ഛന്മാരെ കാണാറുണ്ട്. അവർ വരുമ്പോൾ അച്ഛന്മാരുടെ സമ്മാനങ്ങളൊക്കെയായി വന്നിരുന്നു. പണ്ട് കുട്ടികൾ അങ്ങനെയൊക്കെയായിരുന്നു. അടുത്ത് കാണാൻ വരുമ്പോൾ ഒന്നെങ്കിൽ ഒരു ചാമ്പങ്ങ അല്ലെങ്കിൽ ഒരു പേരയ്ക്ക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സമ്മാനം കൊണ്ടുവന്ന് തന്നിരുന്നത് ഞാൻ ഓർമ്മിക്കുന്നു. ഈ മുല്ലപ്പൂ മുട്ടുകൾ എന്ത് ചെയ്യും? ഒരു ഗ്ലാസ്സിൽ ഇത്തിരി വെള്ളമെടുത്ത് ആ ഗ്ലാസ്സിനകത്ത് ഈ മുല്ലപ്പൂ മുട്ട് ഞാൻ ഇട്ട് വെച്ചു. പതിവ് പോലെ ദിവസം അവസാനിച്ച് പ്രാർത്ഥന കഴിഞ്ഞു കിടന്നുറങ്ങി. സാധാരണ 5 മണിക്ക് ഉണരേണ്ട ഞാൻ അന്ന് അർദ്ധരാത്രിയിൽ അറിയാതെ ഉണരുകയാണ്. കാര്യമെന്തെന്ന് കുഞ്ഞുങ്ങൾക്കറിയാം. എൻ്റെ മുറിയിൽ ഗ്ലാസ്സിലിട്ട് വെച്ചിരുന്ന ഈ മുല്ലപ്പൂ മുട്ടുകൾ പാതിരാവായോടുകൂടി അത് വിടർന്ന് മുറിയിലാകെ നല്ല പരിമളം. നല്ല മണം വന്നാലും നമ്മളൊക്കെ ഉണരും തീർച്ചയായും. ഞാനിത് പറയുന്നത് എൻ്റെ മുമ്പിലുള്ള മുല്ലപ്പൂ മുട്ടുകളെ കണ്ടുകൊണ്ടാണ്. നാളെ വിടരാനുള്ള പൂക്കളോടാണ് ഞാനിപ്പോൾ സംസാരിക്കുക. 10 വർഷം കഴിയുമ്പോൾ 15 വർഷം കഴിയുമ്പോൾ വിടർന്ന ഈ സമൂഹത്തിന്, കേരളത്തിന്, ഇന്ത്യക്ക് വലിയ സംഭാവന കൊടുക്കുവാനുള്ള കുരുന്നുകളോടാണ് ഞാനിപ്പോൾ സംഭവിക്കുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾക്കൊരു വലിയ ആകാശമുണ്ട്, വലിയ ഒരു ചക്രവാളമുണ്ട്. വലിയ സ്വപ്നത്തിന്റെ ഉടമകളായി തീർന്ന നിങ്ങളുടെ വ്യക്തിത്വമെല്ലാം കരിപ്പിടിപ്പിക്കുവാൻ ഈ സ്ഥാപനം നിങ്ങൾക്ക് വലിയ പ്രചോദനമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എല്ലാം പ്ലാസ്റ്റിക്കായി മാറിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ യാന്ത്രികത നമ്മുടെയൊക്കെ ഈ സ്ഥാപനങ്ങളിലേക്കൊക്കെ അറിയാതെ വന്നുകൊണ്ടിരിക്കുന്നു. കടുത്ത മത്സരത്തിൽപ്പെട്ട് സകലതും യാന്ത്രികമാകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒന്നിനും ഹൃദയമില്ലാതായി മാറുന്ന ഒരു വലിയ ദുരന്തത്തിലാണ് നമ്മളൊക്കെയും ജീവിക്കുന്നത്. എത്ര വലിയ സ്ഥാപനമാണെങ്കിലും ഹൃദയം നഷ്ടപ്പെടുത്തരുത്. ഹൃദയത്തിന്റെ സ്പർശമുണ്ടാവണം. കുഞ്ഞുങ്ങളുടെ ഹൃദയത്തെ തൊട്ടുണർത്തുവാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഈ പള്ളിക്കൂടം മെച്ചപ്പെട്ട ഒരു സ്കൂളായിട്ട് മാറുന്നത് എന്നതിന് സംശയമൊന്നുമില്ല. നടക്കുന്ന കലാപരിപാടികളും മറ്റ് പരിപാടികളുമൊക്കെ അങ്ങനെ നടന്നുള്ള ഒരു ദിവസം നിങ്ങൾക്ക് സംഭാവന ചെയ്യട്ടെ. എൻ്റെ കൊച്ചുനാളിലെ ഒരു ഓർമ്മ കൂടി പങ്കുവെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. പണ്ട് ഈ പരുന്ത്, എറിയൻ എന്നൊക്കെ പറയുന്ന ജീവികളുണ്ടായിരുന്നു. അത് കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ ചിലപ്പോൾ റാഞ്ചിക്കൊണ്ടു പോകും. ഈ കോഴിക്കുഞ്ഞിനെ റാഞ്ചിക്കൊണ്ടു പോകാതിരിക്കാൻ അമ്മച്ചിമാരെ കാവി കളർ അടിക്കും. കാവി കളർ ഈ പരുന്തിന് പേടിയാ, എറിയന് പേടിയാ. അതിൻ്റെ ശാസ്ത്രമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, അമ്മച്ചിമാർക്കും അറിഞ്ഞുകൂടാ എന്ന് ഞാൻ കരുതുന്നു. എന്നാൽ ചില ബിരുദന്മാരായിട്ടുള്ള പരുന്തുകളുണ്ട്, എറിയന്മാരുണ്ട്, കാവി മുക്കിയിട്ട കോഴിക്കുഞ്ഞിനെ റാഞ്ചിക്കൊണ്ടു പോകും. അങ്ങനെ റാഞ്ചിക്കൊണ്ടുപോകുന്ന സമയത്ത് തള്ളക്കോഴി പുറകെ പറന്നു എന്ന് ഈ എറിയനിട്ട് കൊത്താൻ തുടങ്ങും. അപ്പൊ പേടിച്ചിട്ട് കോഴിക്കുഞ്ഞിനെ ഇട്ടിട്ട് പോകും. ചത്തപോലെ കിടക്കുന്ന കോഴിക്കുഞ്ഞിനെ വെല്ലിൽ വെച്ച് എടുത്തുകൊണ്ടുവന്ന ഓട്ടുപാത്രത്തിന്റെ കീഴെ വെച്ച് കൊട്ടിപ്പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഓട്ടുപാത്രത്തിൽ താഴെ വെച്ച് ഇങ്ങനെ കൊട്ടിപ്പാടി കഴിയുമ്പോൾ ഈ ചത്ത കോഴിക്കുഞ്ഞിനെ ജീവൻ വെക്കുകയും ഡാൻസ് കളിച്ചു പോകുന്നതുമൊക്കെ കാണാനുള്ള ഭാഗ്യം ഞങ്ങളുടെ ബാല്യത്തിലുണ്ടായിരുന്നു. പരിക്കേറ്റ ഒരു കിളിക്കുഞ്ഞിനെ ഓട്ടുപാത്രത്തിൽ താഴെ വെച്ച് താളം പിടിച്ചതും കുറച്ചു നേരം അങ്ങനെ കൊട്ടിപ്പാടി കഴിയുമ്പോൾ അമ്മ കൊട്ടിയത് ആനന്ദഭൈരവിയാണോ എന്ന് എനിക്കറിയില്ല. ആനന്ദഭൈരവി ഉത്സാഹം തരുന്ന രാഗമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, മുറിവേറ്റ കുറെ കുഞ്ഞുങ്ങളാവാം ഇവിടെ ഉള്ളത്, പരിക്ക് പറ്റിയ കുറെ കുഞ്ഞുങ്ങളാവാം ഇവിടെ ഉള്ളത്. അധ്യാപകരും മറ്റുള്ളവരും ഒക്കെ ആനന്ദഭൈരവി പാടി ഈ കുഞ്ഞുങ്ങൾക്ക് വീണ്ടും ഡാൻസ് ചെയ്യുവാനുള്ള നിറമുള്ള കുറെ ദിവസങ്ങൾ ഇവിടെ സമ്മാനിച്ചാൽ അതിനേക്കാൾ വലിയ ദൈവികമായ പ്രവർത്തനം എന്താണുള്ളത്? അങ്ങനെ ഈ കലാലയം ഹൃദയമുള്ള കലാലയമായി മാറട്ടെ, നിറമുള്ള കലാലയമായി മാറട്ടെ, സ്വപ്നങ്ങൾ പീലു നിവർത്ത ഇവിടെ നൃത്തമാടട്ടെ. ഞാനിവിടെ വന്നപ്പോൾ നൃത്തം ചെയ്യാൻ റെഡിയായി വേഷം കിട്ടു നിൽക്കുന്ന കുഞ്ഞുങ്ങളെ കാണുവാനായിട്ട് എനിക്ക് കഴിഞ്ഞു. അങ്ങനെ വലിയ സ്വപ്നങ്ങൾ നിറവീതി നിവർത്തി നൃത്തമാടുന്ന, എന്നും അങ്ങനെ നൃത്തം ചെയ്യുന്ന കുഞ്ഞുങ്ങളുടെ മനസ്സ് മുഴുവൻ വികസിക്കുന്ന ദിവസങ്ങൾ എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസ നേർന്നുകൊണ്ട് നിങ്ങളുടെ ഈ വാർഷിക യോഗം ഞാൻ ഏറെ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമായി ഞാൻ ക്ഷണിക്കുകയും ചെയ്യുന്നു. നന്ദി.